സ്വച്ഛസ്യാം പാവനോഹം മധുരൗദകവത്. ജലവും എൻ്റെ ഗുരുവാണ്. ഞാൻ ആ ജലത്തിനെ പോലെ ഉദകവത് സ്വച്ഛഃ സ്യാം, നിർമ്മലമായിട്ട് ഇരിക്കട്ടെ, മാലിന്യങ്ങളില്ലാത്തത്, അതാണ് നിർമ്മലം. പാവന, മറ്റുള്ളതിനെ പരിശുദ്ധമാക്കുന്നതാണ്. നമ്മുടെ എല്ലാവിധ മാലിന്യങ്ങളെയും വസ്ത്രങ്ങളിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും ഒക്കെ വെള്ളം കൊണ്ടാണ് നമ്മളെ കഴുകി വൃത്തിയാക്കുന്നത്. മധുരം, ജലത്തിന് മധുരം അങ്ങനെ നമുക്ക് അനുഭവപ്പെടാറില്ല. പക്ഷെ ആ ജലത്തിൻ്റെ മധുരം അനുഭവപ്പെടണമെങ്കിൽ വെയിലത്ത് നടക്കണം. നടന്ന് വന്നിട്ട് ഒരു ഗ്ലാസ് അങ്ങോട്ട് കിട്ടുമ്പോഴുള്ള മധുരം. അപ്പം അതിനും മധുരമുണ്ട്. സ്വച്ഛസ്യാം പാവനോഹം മധുരൗദകവത്. അപ്പോൾ വെള്ളം പോലെ എപ്പോഴും നിർമ്മലനായിരിക്കട്ടെ. ശരീരം, സ്ഥൂല ശരീരം നിർമ്മലമാവട്ടെ, അതേപോലെ സൂക്ഷ്മ ശരീരം രാഗദ്വേഷങ്ങളില്ലാതെ, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ ഡംഭാസൂയാദികളില്ലാതെ, കാരണം ശരീരത്തിൽ വാസനകൾ കുറച്ച് കുറച്ച് വരണം. 3 ശരീരവും നിർമ്മലമാണ് എപ്പോഴും. കാരണം ശരീരത്തിൽ എന്ത് വാസന കഴിഞ്ഞ ജന്മത്തിൽ ആർജിച്ചുവോ അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ വാസനകൾ ഉണ്ടാക്കാതിരിക്കട്ടെ. അങ്ങനെ 3 ശരീരങ്ങളും നിർമ്മലമായിരിക്കട്ടെ. വന്യവന്മാസ്മഗൃഹിണാം സർവാന്യീനോപി ദോഷം. അഗ്നി എൻ്റെ ഗുരുവാണ്. എപ്രകാരം അഗ്നി എന്തെന്ത് അഗ്നിയിലേക്ക് ഇട്ടുകൊടുത്താലും അതിനെ ഭക്ഷിക്കുന്നുവോ, സർവ അന്യീന, എല്ലാറ്റിനെയും ഭക്ഷിക്കുന്നവൻ. അതുപോലെ എനിക്കും എല്ലാ ഗ്രഹങ്ങളിൽ നിന്നും ഭക്ഷിക്കാൻ സാധിക്കണേ. ജാതി മതാതി ഭേദങ്ങളൊന്നും ഇവിടെ കണക്കിൽ വരരുത്. ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തിലും വിവേകാനന്ദ ജീവിതത്തിലുമൊക്കെ ആ ജാതിഭേദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും എന്നെ ബാധിക്കാതെ കണ്ട് അഗ്നിയെപ്പോലെ എല്ലാം ദഹിപ്പിക്കാനുള്ളതായ കഴിവ്, സർവാന്യീനത്വം, എല്ലാറ്റിനെയും ഭക്ഷിക്കുക, ദഹിപ്പിക്കാൻ എനിക്ക് സാധിക്കണമേ. തരിഷു തമിവ മാം സർവഭൂതേഷു അവേയാം. തരിഷു വൃക്ഷങ്ങളിൽ, തം ഇവ, തം അവിടെ അഗ്നി, ആ അഗ്നിയെപ്പോലെ. എല്ലാ വൃക്ഷങ്ങളിലും അഗ്നിയിരിക്കുന്നു, ചെടികളിലുണ്ട്. മാം എന്നെ, ആത്മാവിനെ, എല്ലാ ഭൂതങ്ങളിലും, സർവഭൂതേഷു അവേയാം, എല്ലാ ഭൂതങ്ങളിലും ഞാനാണ് ഇരിക്കുന്നത് എന്ന് അറിയുമാറാകണമേ. അത് അഗ്നിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. പുഷ്ടിർ നഷ്ടികലാനാം. പുഷ്ടി, വൃദ്ധിയെ പ്രാപിക്കൽ, പുഷ്ടി. നഷ്ടി, ക്ഷയിക്കൽ. ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രനും എൻ്റെ ഗുരുവാണ്. ചന്ദ്രൻ വൃദ്ധി ഉണ്ടാവണു, ക്ഷയിക്കണു.
അതെല്ലാം ചന്ദ്രൻ്റെ കലകൾക്കാണ്, അല്ലാണ്ട് തനോഹോ ശരീരത്തിനല്ല. തനോഹോ നാസ്തി എന്ന് ഞാൻ മനസ്സിലാക്കുമാറാകണമേ. അതുപോലെ ആത്മനഃ ന അസ്തി, അവിടെ പലതും നമ്മൾ ചേർക്കുമ്പോഴേ വ്യക്തമാവുള്ളൂ. ആത്മനഃ ന അസ്തി, എനിക്കല്ല, അതായത് ആത്മാവിനല്ല. നാശം വരുന്നത് ഈ ദേഹത്തിനാണ്. ഇപ്രകാരം ചന്ദ്രൻ്റെ കലകൾക്കാണ് വൃദ്ധിയും ക്ഷയവും. അതുപോലെ എന്നിലും ഈ ശരീരമാണ് പുഷ്ടിയെ പ്രാപിക്കുന്നത്, ശരീരമാണ് ക്ഷയിക്കുന്നത്. ആത്മാവ് എപ്പോഴും ഒരേപോലെ ഇരിക്കണം. ആത്മാവിന് യാതൊരു മാറ്റവുമില്ല. നിയമം അവിടെ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതാണ് പുഷ്ടിർനഷ്ടിക്കലാനാം ശശിനൈവ തനോർന്നാത്മനോസ്ഥിതി വിദ്യം. എപ്രകാരം ചന്ദ്രൻ്റെ കലകൾക്ക് വൃദ്ധിയും ക്ഷയവും സംഭവിക്കുന്നുവോ, അതുപോലെ എൻ്റെ ശരീരത്തിന് വൃദ്ധിയും ക്ഷയവും സംഭവിക്കുന്നു. അല്ലാതെ എനിക്കല്ല, ആത്മാവിനല്ല. ആത്മാവ് ഉണ്ടായതല്ല, എന്നുമുള്ളതാണ്. അതിന് പുഷ്ടിയോ വൃദ്ധിയോ നാശമോ വികാരങ്ങളോ ഒന്നും ഇല്ല എന്ന് ഞാൻ ചന്ദ്രനിൽ നിന്ന് പഠിച്ചു. തോയാദി വ്യസ്തമാർത്താണ്ഡവതവി, മാർത്താണ്ഡൻ സൂര്യൻ എൻ്റെ ഗുരുവാണ്. ആ സൂര്യൻ തോയാദി ജലം അതുപോലെയുള്ള കണ്ണാടി വയ്ക്കണം. ആ കണ്ണാടിയിൽ അല്ലെങ്കിൽ എണ്ണ വയ്ക്കണം, തൈലം, അതിലൊക്കെ പ്രതിബിംബിക്കും. അപ്പോൾ അവിടെ ഓരോ പാത്രത്തിലും പ്രത്യേക സൂര്യനെ കാണാം. തോയാദി വ്യസ്ത മാർത്താണ്ഡവതവി, ജലം മുതലായതിൽ, ആ മുതലായത് കണ്ണാടിയാവാം, അല്ലെങ്കിലോ വെള്ളം പോലെയുള്ള എണ്ണ മുതലായതിലാവാം. അതിൽ സൂര്യൻ വ്യാപിക്കുന്നു. അപ്പോൾ നമ്മൾ പറയും അനേകം സൂര്യന്മാരുണ്ട്. പക്ഷെ ആണോ? ഒന്നേ ഉള്ളൂ. തനുഷു ഏകതാം. അനേകം രൂപങ്ങൾ കാണുന്നത് പ്രതിബിംബങ്ങളാണ്. ബിംബമായ സൂര്യൻ ഒന്നു മാത്രമേ ഉള്ളൂ, ഏകതാം. സൂര്യൻ ഇപ്രകാരം ഒന്നാണോ, അതുപോലെ ആത്മാവും ഒന്നു മാത്രമാണ് എന്ന് ഞാൻ അറിയുമാറാകണമേ. വിദ്യാം. എങ്ങനെ? ത്വൽ പ്രസാദാൽ. എല്ലാറ്റിനും അങ്ങയുടെ പ്രസാദം, അനുഗ്രഹം വേണം, ഭഗവത് പ്രസാദം വേണം. ഇപ്പോൾ അമ്പലത്തിൽ പോയാൽ പ്രസാദം മേടിക്കുന്ന അനുഗ്രഹമാണത്, ഓർമ്മ വേണം. അനുഗ്രഹമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ് ആ പ്രസാദത്തിലൂടെ. അതുകൊണ്ടാണ് പൂവെടുത്ത് നമ്മൾ തലയിൽ വെച്ചു, നെറ്റിയിൽ തൊട്ടു. വിശ്വാസം വേണം. ഇതാണ് വിശ്വാസം, ഇല്ലെങ്കിൽ പോയി. വിശ്വാസമാണ് ആദ്യം വേണ്ടത്. ഏത് കാര്യത്തിലും വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോൾ ജലം, വൃക്ഷങ്ങൾ, ശശി, ചന്ദ്രൻ, സൂര്യൻ എല്ലാം, അതെ, അഗ്നി എല്ലാം എൻ്റെ ഗുരുക്കന്മാരാണ്. ആ ഗുരുക്കന്മാരിൽ നിന്ന് ഈ ആത്മാവായ എനിക്ക് യാതൊരു വിധത്തിലുള്ളതായ നാശവുമില്ല, വൃദ്ധിയുമില്ല എന്ന് ഞാൻ ഒരേപോലെ ഇരിക്കുന്നു എന്ന് അഹം വിദ്യാം, ഞാൻ പഠിക്കുമാറാകണമേ, അറിയുമാറാകണമേ.
ശ്ലോകം 5. സ്നേഹാത് വ്യാധാത്തപുത്രപ്രണയമൃതകബോധായിതോ. കബോധം പ്രാവ്. ഒരു ആൺപ്രാവും പെൺപ്രാവും കൂടി ഒരു മരത്തിൽ കൂട് കെട്ടി. പെൺപ്രാവ് മുട്ടയിട്ടു, 4 മുട്ടയിട്ടു, 4 വിരിഞ്ഞു. ഹായ്. അവരുടെ ആ ശരീരം തൊടുമ്പോൾ ഉള്ളതായ അസുഖം. അങ്ങനെ 1 മാസക്കാലം പെൺപ്രാവ് അവിടെ തന്നെ ഇരുന്നു, പോയില്ല. ആൺപ്രാവ് പോയിട്ട് ആഹാരം കൊണ്ടുവരും. പക്ഷേ ഇപ്പം കൊണ്ടുവരുന്നത് മതിയാവുന്നില്ല. ഇപ്പം 2, 4, 6 ആൾക്കാരുണ്ട്, തികയുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു ഞാനും വരാം. കുട്ടികൾ വീഴുകയല്ലേ? ഒന്നുമില്ല മക്കളെ, ഇതിൻ്റെ വക്കത്തേക്ക് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് 2 പേരും കൂടി പോയി ആഹാരം തേടാൻ വേണ്ടി പോയി. വേടൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കേണ്ട ഓരോ വൃക്ഷത്തിലും. അവൻ ഈ കൂട്ടിൽ കുട്ടികളുണ്ടെന്നറിയാം. താഴത്ത് നിന്ന് വല വിധിച്ചു. കൂട്ടിൻ്റെ വക്കിലേക്ക് പോയിരുന്ന് അമ്മ പറഞ്ഞല്ലോ, നീ കേട്ടില്ലേ? എന്താ പറഞ്ഞു? എന്താ ഇതിൻ്റെ അർത്ഥം? നോക്കാലോ, ഒന്നും വരാൻ പോകില്ല. ഒന്ന് പോയി അവനെ പിടിക്കാൻ വേണ്ടി 2, 3, 4 കുട്ടികളും വരയുടെ ഉള്ളിൽ പെട്ടു. വേറെ ഞാനും കണ്ടില്ല, അവൻ മിണ്ടാണ്ടിരിക്കണു. ഇനി അച്ഛനും അമ്മയും വരുമല്ലോ. വൈകുന്നേരമായപ്പോൾ ആദ്യം അമ്മ വന്നു. കുട്ടികളവിടെ കിടന്ന് പടയണു. അമ്മ വന്നു. ഇനി കുട്ടികളില്ലാതെ ഞാൻ എന്തിനു ജീവിക്കണു? അമ്മ അതിലേക്ക് ചാടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. എൻ്റെ ഭാര്യയും പോയി, കുട്ടികളും പോയി. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? അതിന് ചാടി. ഹായ്. വേടൻ്റെ സന്തോഷം ചുരുട്ടിക്കെട്ടി ഒറ്റപ്പോക്ക്. ഇങ്ങനെ ആവരുത്. മാസ്മഭൂവം. എപ്രകാരം പുത്രന്മാരോടുള്ള പ്രണയം കൊണ്ട് ഈ പ്രാവുകൾ മരിച്ചുവോ, തള്ളപ്രാവും അച്ഛൻപ്രാവും കുട്ടികളും മരിച്ചുവോ, മാസ്മഭൂവം അങ്ങനെ ആകരുതേ. ഓരോരുത്തർക്കും ഓരോ സമയം വിധിച്ചിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞാൽ അവർ പോകും. ഇത് മനസ്സിലാക്കണം. ഇവിടെ ഒന്നും ശാശ്വതമല്ല. നാം പൂർവ്വജന്മത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതായ കർമ്മങ്ങളെ അനുഭവിക്കാനുള്ളതാണ് ഈ ശരീരം. അപ്പോൾ ആ കർമ്മം, ചെയ്യേണ്ടതായ കർമ്മം അനുഭവിച്ചു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ആ ജീവാത്മാവിന് തോന്നും, പോകും. അതിന് പല കാരണങ്ങളും ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ വ്യാകുലരാവാൻ പാടില്ല. നമുക്ക് ഈ ശരീരം തന്നിരിക്കും എന്തിനാണ്? ഈ പരമമായ തത്വത്തിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. ജീവിക്കുന്ന കാലം മുഴുവൻ അന്യന് ഉപകാരം ചെയ്യണം. ചികീർഷൂർ ലോകസംഗ്രഹം. ജനനന്മ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് ഭഗവാൻ എന്ന് മനസ്സിലാക്കി എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്ര കാലം ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ട്, ഏതെല്ലാം വിധത്തിൽ ധനം കൊണ്ട് ഉപകാരം ചെയ്യാമെങ്കിൽ അങ്ങനെയാവാം, അല്ല ജ്ഞാനം കൊണ്ടാണെങ്കിൽ അങ്ങനെയാവാം, അല്ല ശരീരശക്തി കൊണ്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയാവാം. ഏതെങ്കിലും വിധത്തിൽ അന്യനെ സഹായിച്ചുകൊണ്ട് ഇരിക്കണം. അല്ലാണ്ട് ഈ കബോധങ്ങളെ പോലെ ആവരുത്. മാസ്മഭൂവം അങ്ങനെ ആകരുതേ. പ്രാപ്തം പ്രാശ്നൻ സഹേയ ക്ഷുതമഭിശയുവൽ. ശയു പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് ഒരു സ്ഥലത്ത് കിടക്കും, എവിടേക്കും പോവില്ല. അടുത്ത് വരുന്നതിന് പിടിച്ച് ഇതാവും. ചിലപ്പോൾ മാന്യൊക്കെ കിട്ടും, 2 ആഴ്ചയ്ക്ക് സുഖമായി. അതാണ്. ചിലപ്പോൾ മോയലോ വല്ലതായിരിക്കും ഉണ്ടാവും. എന്തായാലും ആ കിടന്നിടത്ത് കിടക്കുക. പ്രാപ്തം പ്രാശ്നൻ, തൻ്റെ കയ്യിൽ വന്ന് ചേർന്നതിനെ ഭക്ഷിച്ചുകൊണ്ട്. എന്തെന്ത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നുവോ അത് മതി. അതാണ് ഭഗവാൻ എനിക്ക് വിധിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കണ്ട.
ഞാൻ എന്തു നേടണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷിക്കണം. കിട്ടിയതുകൊണ്ട് സന്തോഷിക്കണം. കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്ത ഒരിക്കലും വരരുത്. മനസ്സിൻ്റെ സന്തോഷമാണ് ആദ്യം നേടേണ്ടത്. പ്രാപ്തം പ്രാശ്നൻ സഹേയ ക്ഷുരമവി. എപ്രകാരം ആ പെരുമ്പാമ്പ് ചിലപ്പോൾ ഒന്നും കിട്ടില്ല, അങ്ങനെ ആ വിശപ്പ് സഹിച്ചുകൊണ്ട് കിടക്കുന്നുവോ, അതുപോലെ ചിലപ്പോൾ നമുക്കും വേണ്ടി വന്നു എന്ന് വരാം. അവിടെ വിശപ്പിൻ്റെ മാത്രമല്ല, എന്തൊക്കെ നമുക്ക് നേടണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവോ, ആഗ്രഹങ്ങളെയൊക്കെ കളയണം. എന്ത് ഭഗവാൻ നമുക്ക് തരുന്നുവോ അത് ഭഗവാൻ നിശ്ചയിക്കും. അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ട് പോകണം. അല്ലാണ്ട് ഈ ആരെപ്പോലെ, പെരുമ്പാമ്പിനെ പോലെ കിട്ടിയത് കൊണ്ട് സന്തോഷിക്കണം. കിട്ടിയത് കൊണ്ട് സന്തോഷിക്കണം. സിന്ധുവത്സ്യാം അഗാധഃ. സിന്ധു സമുദ്രം. സമുദ്രത്തിൻ്റെ ആഴം എത്രയാണ്? ഹിമാലയ പർവ്വതത്തിൻ്റെ പൊക്കത്തിനേക്കാളും അധികമാണെന്നാണ് പറയുന്നത്. അത്ര ആഴമാണ്. ആഴങ്ങളിൽ എന്തെന്നില്ലാത്തതായ ധനം കിടക്കണു, രത്നങ്ങൾ കിടക്കണു. അതാണ്. അതുപോലെ ഞാനും ആ സമുദ്രം പോലെ വിചാരങ്ങളിലും മറ്റും അഗാധനായിരിക്കണം, ആഴമുള്ളവനായിരിക്കണം. എന്ത് വേണം? ജ്ഞാനം നേടണം. അഗാധമായ ജ്ഞാനം നേടി ആ ജ്ഞാനത്തിനെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം വേദാന്ത തത്വം. വിദ്യാനാം ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിദ്യകളിലും വെച്ച് ശ്രേഷ്ഠമായ വിദ്യ ജ്ഞാനം, ആത്മജ്ഞാനം, അധ്യാത്മവിദ്യ. അപ്പോൾ അത് നേടുക. മറ്റുള്ള വിദ്യകൾ മോശമാണെന്ന് അർത്ഥമില്ല, ഏത് വിദ്യയിലും വിരോധമില്ല. പക്ഷെ മറ്റുള്ള വിഷയങ്ങളെല്ലാം ലൗകികങ്ങളാണ്. അപ്പോൾ ഇവിടെ കടന്ന് തന്നെ നമ്മൾ ചുറ്റി കറങ്ങേണ്ടി വരും. അതാണ് ജനന മരണ ചക്രത്തിൽപ്പെട്ട് കറങ്ങേണ്ടി വരും. ജന്മമരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണോ? അധ്യാത്മവിദ്യയെ ആശ്രയിക്കുക തന്നെ വേണം. അധ്യാത്മവിദ്യയുടെ ആ ആത്മാവിനെ പ്രാപിക്കാനുള്ളതായ മാർഗമുണ്ടോ അത് മറ്റേ സജ്ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അത് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കണം. അപ്പോൾ സമുദ്രത്തിൻ്റെ ഉള്ളിൽ ധാരാളം രത്നങ്ങൾ, രത്നരാശി, രത്നക്കൂട്ടങ്ങളുണ്ട്. അതുപോലെ എൻ്റെ ഉള്ളിലും ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വേദാന്ത തത്വങ്ങൾ ഇരിക്കണു. ആ വേദാന്ത തത്വങ്ങളെ ഭഗവത് ചിന്ത കൊണ്ട് പ്രകാശിപ്പിച്ച് അതുകൊണ്ട് ജനങ്ങളെ സേവിക്കുവാൻ സാധിക്കണമേ. അപ്പോൾ സമുദ്രവും എൻ്റെ ഗുരു തന്നെയാണ്. ശലഭം, ഈയാമ്പാറ്റ, പല പേരുകൾ അതിന് പറയാറുണ്ട്. ചിത്രശലഭം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൽ നമുക്ക് ഈയാമ്പാറ്റ എടുക്കാം. അതാണ്. മാപക്തം യോഷിദാദൗ ശീനിശലഭ. എപ്പോൾ തീ കത്തിച്ചുവോ അതെന്തോ തിന്നാനുള്ളതാണെന്ന് വിചാരിച്ച് ഈ പാറ്റ, ഈയാമ്പാറ്റ പ്രത്യേകിച്ചാണ് അതിലേക്ക് വരുന്നു. പണ്ടൊക്കെ തീ തന്നെയായിരുന്നു, നമ്മുടെ വിളക്കുകളൊക്കെ തീയാണ്, അതിൽപ്പെട്ട് ചാവണു. ഇന്ന് പിന്നെ അത്ര വേഗം ചാവില്ല. അതാണ്. ആ വിളക്കിൽ വന്ന് അങ്ങനെ നിൽക്കും. അതാണ്. അപ്പോൾ ശലഭം പോലെ ഞാനും ആകർഷിക്കപ്പെടരുത്. ശലഭം തീ കണ്ട് ആകർഷിക്കപ്പെടുന്നു. ഞാൻ യോഷിദാദൗ സ്ത്രീകളെ കണ്ട് ഭ്രമിക്കരുത്. കനകകാമിനികളിൽ രമിക്കരുത് എന്ന് ശലഭത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. ഭൃംഗവൽ സാരഭാഗി ഭൂയാസം. ആ വണ്ട് അത് തേൻ പല പുഷ്പങ്ങളിൽ നിന്ന് ശേഖരിച്ച്, ആ ശേഖരിക്കുന്ന എന്താണ്? ആ പുഷ്പത്തിൻ്റെ സാരം, ആ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ചെടിയുടെ സാരം. ആ സാരത്തിനെ കൊണ്ടുവന്ന് കൂട്ടി വെച്ച്
കഴിക്കുമോ? ഇല്ല. മഴക്കാലം വരുമ്പോൾ കഴിക്കാം. പോയി തിരയാൻ സമയമില്ലാത്ത വരുമല്ലോ, അപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ബുദ്ധിമാനായ മനുഷ്യനോ ഇവനെ ഓട്ടിച്ചു. പണ്ടൊക്കെ ഇതിനെ കൊല്ലും. ഇന്നിപ്പോൾ കൊല്ലണ്ട, അങ്ങനെ ഒരു ഇതുണ്ട്. അതിനെ ആട്ടി കാറ്റുകൊണ്ട് കൊടുത്ത് ആട്ടി കളഞ്ഞിട്ട് അതിനെ ഭക്ഷിക്കുന്നതാണ്. അപ്പോൾ ശലഭം പോലെ, അല്ല ശലഭം പോലെ ഭൃംഗം വണ്ടിനെ പോലെ സാരത്തിനെ മാത്രം സ്വീകരിക്കുന്നവൻ ആയിത്തീരണമേ. വണ്ട് അല്ലെങ്കിൽ തേനീച്ച പുഷ്പങ്ങളുടെ സാരമായ തേനിനെയാണ് സ്വീകരിക്കുന്നത്. അതുപോലെ ഞാനും ഇവിടെ സാരം എന്താണ്? ഏറ്റവും സാരമായിട്ടുള്ളത് ഈ ആത്മാവ്. ഞാൻ അത് തന്നെയാണ്, അറിയുന്നില്ല. അതറിഞ്ഞ് അതിനെ നേടാൻ, ആ ആത്മാവിനെ നേടാൻ വേണ്ടി, അനുഭവിച്ചറിയാൻ വേണ്ടി. ഇപ്പം എല്ലാവർക്കും അറിയാം ഞാൻ ആത്മാവ് തന്നെയാണ്, പോരാ, അത് സിദ്ധാന്തപരമായ ജ്ഞാനമേ ആയുള്ളൂ. അതിനെ വിജ്ഞാനമാക്കണം. ആ ആത്മാവായി ആ ആത്മാവിൻ്റെ സ്വരൂപമായ സച്ചിദാനന്ദത്തിനെ അനുഭവിക്കണം. അതനുഭവിക്കാൻ സാധിക്കണമേ എന്ന് ഞാൻ ഈ ഭൃംഗത്തിൽ നിന്ന് പഠിച്ചു. സാരഭാഗീ ഭൂയാസം. അപ്പം ഞാനും എപ്രകാരം പുഷ്പത്തിൽ നിന്ന് അത് തേനിനെ മാത്രമാണ് എടുക്കുന്നത്, അതുപോലെ അതെ സാരമായിട്ടുള്ളത് ആത്മാവ്, അതിനെ സ്വീകരിക്കണം. എപ്രകാരം ആ ഭൃംഗം അല്ലെങ്കിൽ തേനീച്ചകൾ അതിനെ കൂട്ടിവെച്ചത് കൊണ്ട് അതിന് നാശം അനുഭവപ്പെടുന്നുവോ, ധനചയനവശാൽ ആണ്. അവർക്ക് തേന് നഷ്ടപ്പെടുന്നു, നമ്മളും അതുപോലെ കൂട്ടിവെച്ചിട്ട് അത് നഷ്ടപ്പെടാൻ കാരണമാവരുതേ. ധനചയനവശാൽ മാഹമീശ പ്രണേശം, ഞാൻ നഷ്ടപ്പെടരുതേ. അതായത് നേടുന്നതായ ധനം അത് ഭഗവാന്റെയാണ്, അത് ഭഗവാന് തന്നെ തിരിച്ചു കൊടുക്കൂ. അപ്പോൾ ക്ഷേത്രങ്ങൾക്ക്, ആശ്രമങ്ങൾക്ക്, മറ്റു ഇല്ലാത്തവർക്ക് അതിനെയൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നർത്ഥം. അത് നഷ്ടപ്പെടാൻ ആരെങ്കിലും കള്ളം വന്ന് കൊടുവാൻ ഇടവയ്ക്കരുത്. ഇപ്രകാരം തേനിനെ കള്ളന്മാരായ മനുഷ്യന്മാർ തട്ടിയെടുക്കുന്നുവോ അതുപോലെ തട്ടിയെടുക്കാൻ വിടരുത്.